ഗാസയിൽ എന്താണ് നടക്കുന്നത്? തീർച്ചയായിട്ടും അധിനിവേശമല്ല. പകരം ഗാസയെ തുടച്ചു നീക്കുകയാണ് ചെയ്യുന്നത്. ഗാസയെ നിയന്ത്രിക്കാനല്ല ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിക്കുന്നത്. റാഫയിലും ബെയ്ത്ത് ഹനൂനിലും സംഭവിച്ചത് ഇപ്പോൾ മധ്യ ഗാസയിലും ആവർത്തിക്കുന്നു. സമീപ ദിവസങ്ങളിൽ തുഹ, സബ്ര, സെയ്തൂൺ എന്നീ പ്രദേശങ്ങൾ അവശിഷ്ടങ്ങളായി മാറി. ഗായകനും എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമായ മജിദ് അസാദി പ്രമുഖ മാധ്യമമായ മിഡിൽ ഈസ്റ്റ് ഐയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: ഗാസ നഗരത്തിൻ്റെ അധിനിവേശമെന്ന ആളുകൾ പറയുമ്പോൾ അത് ലോകത്തെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പദമാണ്. ഏകദേശം 2 വർഷമായി ഇസ്രായേൽ സൈന്യം ഗാസയുടെ പ്രദേശത്തുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള സൈനിക ഭരണവും നിലവിലില്ല. പകരം നഗരത്തിനെയും അവിടെ താമസിക്കുന്നവരെയും ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള സമ്പൂർണ്ണ നാശനയമാണ് നിലവിലുള്ളത്. പ്രായോഗികമായി ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന് ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു. വ്യോമാക്രമണങ്ങളിലൂടെയും വ്യാപക വെടിവയ്പിലൂടെയും ഈ തുടച്ചു നീക്കൽ പ്രക്രിയ തുടരുന്നു. ബുൾഡോസറുകൾ ഇടിച്ചു നശിപ്പിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ, വൈദ്യുതി, വെള്ളം, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ഇപ്പോൾ ഗസയിലില്ല. കൈവശപ്പെടുത്താൻ ഒന്നുമില്ല. നഗരം തന്നെ ഇപ്പോൾ നിലവിലില്ല. ഗാസ നിവാസികൾ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് മനുഷ്യജീവിതത്തിൻ്റെയും ഭൂമിയുടെയും ഉന്മൂലനമാണ്. എല്ലാ ജീവശ്വാസവും കെടുത്തിക്കളയുകയാണ്. അധിനിവേശം എന്ന പദം പ്രയോഗിക്കുന്നത് വംശഹത്യ എന്ന യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ ഉദ്ദേശിച്ചാണ്. നഗരം വാസയോഗ്യമല്ലാതാക്കുകയാണ് ലക്ഷ്യം. ഈ രീതിയിൽ നിയന്ത്രണത്തിൻ്റെ രാഷ്ട്രീയ ഭാഷ ഒരു നശീകരണ നയത്തിനുള്ള മൂടുപടമായി എങ്ങനെ മാറുന്നു എന്നതിൻ്റെ ആഗോള ഉദാഹരണമായി ഗാസ മാറിയിരിക്കുന്നു. ഗാസയുടെ നാശത്തെ ഒരു വിജയമായി ഇസ്രായേൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ ഫലം വിപരീതമായിരിക്കും. രാഷ്ട്രീയമായി വലിയ വില കൊടുക്കേണ്ടി വരും ഇസ്രായേലിന്. ഇത്രയും വലിയ തോതിലുള്ള ഉന്മൂലനത്തിനെതിരെ നയതന്ത്ര വിജയങ്ങൾ പോലും നിലനിൽക്കില്ല. എല്ലാ മുഖംമൂടികളും അഴിഞ്ഞു വീണു. പതിറ്റാണ്ടുകളായി ജനാധിപത്യം, പ്രബുദ്ധത എന്നീ മുദ്രാവാക്യങ്ങളിൽ പൊതിഞ്ഞിരുന്ന സയനിസ്റ്റ് പദ്ധതി അഴിച്ചുമാറ്റപ്പെടുന്നു. അവശേഷിക്കുന്നത് അപരിഷ്കൃതമായ ആക്രമണമാണ്. പുറത്താക്കൽ, പിഴുതെറിയൽ, ഭൂമി ഏറ്റെടുക്കൽ എന്നിവയിലൂടെ നടപ്പാക്കുന്ന സൈനിക വംശീയ മേധാവിത്വമാണ് ഗസയിൽ നടക്കുന്നത്, മജിദ് അസാദി പറയുന്നു. അതിനിടെ ഗാസ സിറ്റിക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. UN-ൻ്റെയും ലോകരാജ്യങ്ങളുടെയും എതിർപ്പിനിടയിലാണ് ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. ദശലക്ഷം ഫലസ്തീനികൾ ഗസ സിറ്റിയിൽ നിന്ന് പുറന്തള്ളപ്പെടാമെന്ന് UN മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 63,000 കടന്നു. ഗാസ സിറ്റിക്ക് നേരെ കൂടുതൽ ശക്തമായ വ്യോമാക്രമണവും ഷെല്ലാക്രമണവുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ സേന. 67 ഫലസ്തീനികളാണ് കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത്. ഇവരിൽ 33 പേരും ഗാസ സിറ്റിയിലാണുള്ളത്. അൽമവാസിയിൽ നടന്ന ആക്രമണത്തിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. സുരക്ഷിത കേന്ദ്രമെന്നാണ് ഇസ്രായേൽ അൽമവാസിയെ വിശേഷിപ്പിക്കുന്നത്. ഈ അൽമവാസിയിലാണ് 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത്. ഗസയിലെ 3 ഇടങ്ങളിൽ നേരത്തെ പ്രഖ്യാപിച്ച 10 മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ പിൻവലിച്ചതായും ഇസ്രായേൽ സേന അറിയിച്ചു. ഗാസ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിച്ചില്ലെങ്കിൽ ദശലക്ഷം പേർ പുറന്തള്ളപ്പെടുമെന്ന് UN മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ 22 മാസത്തിലേറെയായി തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 13,000 കടന്നു. പട്ടിണി മരണവും ഉയരുകയാണ്. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ കൂടി പട്ടിണി മരണം മൂലം കൊല്ലപ്പെട്ടു. ആകാശമാർഗം ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അതിനിടെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിൽ തെക്കൻ ഗാസയിലെ ചില കേന്ദ്രങ്ങളിൽ മാത്രമായി ഭക്ഷണ വിതരണം പരിമിതപ്പെടുത്താനാണ് ഇസ്രായേലിൻ്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.